അഡ്വക്കേറ്റ് എസ് ജയശങ്കർ കൂടി ജയശങ്കർ കൂടി ചേരുന്നുണ്ട്. ശ്രീ ജയശങ്കർ, ഇവിടെ ഈ നേതാക്കൾ കോൺഗ്രസിനെ സംബന്ധിച്ച് നേതാക്കളിൽ പലർക്കും ഇത് പങ്കെടുക്കണമെന്നുണ്ട്, വ്യക്തിപരമായ അഭിപ്രായമുള്ളവരുണ്ട്, കൂട്ടമായി ആലോചിക്കുന്നവരുണ്ട്. പക്ഷേ ഈ ഒരു പ്രതിസന്ധി കോൺഗ്രസിനുള്ളിൽ ഉണ്ടാക്കുന്നത് പ്രത്യേകിച്ച് കേരളത്തെ എടുത്ത് നോക്കുകയാണെങ്കിൽ മുന്നണിക്കുള്ളിൽ അത് വലിയ ഭിന്നിപ്പുണ്ടാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അത് ലക്ഷ്യം വെക്കുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ അതുപോലും മനസ്സിലാക്കാതെ ഒരു നിലപാടെടുക്കാൻ സാധിക്കാതെ ഇങ്ങനെ നിൽക്കേണ്ടി വരുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കും വരുന്ന ലോക്സഭാ ഇലക്ഷൻ ഉൾപ്പെടെ മുന്നിൽ കണ്ടുകൊണ്ട്? അല്ല, ഇത് സത്യത്തിൽ ഒരു ആശയക്കുഴപ്പത്തിന്റെ ഒന്നും ആവശ്യമില്ല. കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം, AICC പ്രസിഡന്റും സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി അല്ലെ മറ്റു മുതിർന്ന നേതാക്കൾ തമ്മിൽ കൂടി ആലോചിച്ച് ഒരു തീരുമാനം കൈക്കൊള്ളേണ്ട കാര്യമേ ഉള്ളൂ. ഇപ്പൊ സമാജ്വാദി പാർട്ടി ഉത്തർപ്രദേശിൽ മുസ്ലിങ്ങളുടെ വലിയ പിന്തുണയുള്ള പാർട്ടിയാണ്. ഉത്തർപ്രദേശിൽ മുസ്ലിങ്ങൾ 90% ആ പാർട്ടിക്കാണ് വോട്ട് ചെയ്തത്. ആ പാർട്ടി യാതൊരു സംശയവും കൂടാതെ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചു. അപ്പൊ അവർക്ക് തീരുമാനമെടുക്കാനായിട്ട് ഒരു താമസവും ഉണ്ടായില്ല. അതുപോലെ ലാലു പ്രസാദ് യാദവിന്റെ രാഷ്ട്രീയ ജനതാദൾ, അവര് ഇതുപോലെ ബീഹാറിൽ മുസ്ലിങ്ങളുടെ പിന്തുണയുള്ള പാർട്ടിയാണ്, അവർ പങ്കെടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. കോൺഗ്രസിനും ഇതുപോലൊരു തീരുമാനം കൈക്കൊള്ളാനായിട്ട് ഒരു തടസ്സവും ഇല്ല. കോൺഗ്രസ് പാർട്ടി ഒന്നുകിൽ പങ്കെടുക്കുന്ന തീരുമാനിക്കാം, അല്ലെങ്കിൽ പങ്കെടുക്കുന്നില്ല തീരുമാനിക്കാം. പക്ഷെ ഇത് അനാവശ്യമായിട്ട് ഇതിൽ തീരുമാനം വൈകിപ്പിക്കും, പല വിധത്തിലുള്ള ഊഹപോഹങ്ങൾക്ക്, കിംവദന്തികൾക്ക് അവസരം കൊടുക്കുകയും ചെയ്യുന്നത് ശരിയല്ല. കാരണം അത് മറ്റ് രാഷ്ട്രീയ എതിരാളികൾ മുതലെടുക്കുന്നതിന് അല്ല, ഇവിടെ ഇപ്പോ ഈ അയോധ്യ വിഷയം BJP ഒരു വലിയ രാഷ്ട്രീയ മുതലെടുപ്പിന് ഉപയോഗിക്കും, അതുകൊണ്ട് ചടങ്ങ് ബഹിഷ്കരിക്കാം എന്ന് പറയാൻ പോലും ഒരു ധൈര്യം കാണിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് കോൺഗ്രസ്? അല്ല, നമ്മൾ കേരളത്തിൽ നിന്ന് ആലോചിക്കുന്ന പോലെയല്ല. വടക്കേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം രാമൻ എന്നുള്ളത് വലിയ ദേശീയ വിഗ്രഹമാണ്. അതുകൊണ്ടാണ് BJP 1986 മുതൽക്ക് ഈ വിഷയം വളരെ കാര്യമായിട്ട് ഉയർത്തിക്കൊണ്ടുവന്നത്. അതിനുശേഷമാണ് അവർക്ക് തെരഞ്ഞെടുപ്പ് രംഗത്ത് വലിയ വലിയ വിജയങ്ങളുണ്ടായത്. അതിനുശേഷമാണ് കോൺഗ്രസിന്റെ വോട്ട് ബേസ് വല്ലാതെ ചുരുങ്ങിയത്, വടക്കേ ഇന്ത്യയിൽ പ്രത്യേകിച്ച്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇതിൽ പങ്കെടുത്തില്ലെങ്കിൽ അത് BJP വല്ലാതെ രാഷ്ട്രീയ മുതലെടുപ്പിന് ഉപയോഗിക്കും. അതുകൊണ്ടാണ് സമാജ്വാദി പാർട്ടി പോലും ഇതിൽ പങ്കെടുക്കുന്നത്. അല്ല, ഈ കഴിഞ്ഞ രാജസ്ഥാൻ മധ്യപ്രദേശ് തെരഞ്ഞെടുപ്പിൽ പോലും ഇത് കോൺഗ്രസ് പോലും ആയുധമാക്കി എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ദേശീയ നേതൃത്വം ആ തരത്തിൽ നിൽക്കുമ്പോൾ, മറ്റു സംസ്ഥാനങ്ങളിലെല്ലാം ഇത് വലിയ ചർച്ചയാക്കുമ്പോൾ, അവരതിനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഈ ഇടതുപക്ഷക്കാർ പറയുന്നത് പോലെ സോണിയാഗാന്ധി അല്ലെങ്കിൽ പിന്നെ ആരാണ് ഇതിൽ പങ്കെടുക്കേണ്ടത് എന്ന് അവർ ചോദിക്കുന്നത് പോലെ കോൺഗ്രസ് അല്ലെങ്കിൽ പിന്നെ ആരവിടെ ഇതിൽ പങ്കെടുക്കും എന്ന് ചോദിക്കാൻ, ഇല്ലെങ്കിൽ ആ രീതിയിൽ അതിനെ കാണാനോ കേരളത്തിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു നിലപാടിലേക്ക് എത്താനോ കേരളത്തിലെ നേതാക്കൾക്ക് സാധിക്കാതെ പോകുന്നത് എന്തുകൊണ്ട് എന്നാണ്. കാരണം അല്ല, കേരളത്തിലെ നേതാക്കൾക്ക് ഇതിൽ വേറെ പ്രത്യേകിച്ച് സേവനമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരുടെ അഭിപ്രായം ഹൈക്കമാൻഡിനെ അറിയിക്കുന്നു, ഹൈക്കമാൻഡ് യുക്തമായൊരു തീരുമാനം എടുക്കുന്നു. അതെടുക്കാതെ ഇത് ഒളിച്ചോടാൻ സാധിക്കില്ല. ഇനിയിപ്പോ ഹൈക്കമാൻഡ് ഞങ്ങൾ ഈ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുകയില്ല എന്നൊരു തീരുമാനം കൈക്കൊള്ളുകയാണെങ്കിൽ അത് വെച്ച് BJP എന്തുമാത്രം രാഷ്ട്രീയ മുതലെടുപ്പ് നടക്കും, അത് എത്രമാത്രം പാർട്ടിക്ക് ഹാനി ഉണ്ടാക്കും എന്നാലോചിച്ചാൽ മതി. ഇവിടെ ഈ സുപ്രഭാത പത്രത്തിന്റെ മുഖപ്രസംഗം എഴുതുന്ന ആൾക്ക് കോഴിക്കോട് ചുറ്റുവട്ടത്തുള്ള കാര്യങ്ങൾ മാത്രം ആലോചിച്ചാൽ മതി. പക്ഷേ കോഴിക്കോടിനേക്കാളും അല്ലെങ്കിൽ കേരളത്തെക്കാളും വിപുലമായ വലിയൊരു സ്ഥലമാണ് ഇന്ത്യ എന്നുള്ള കാര്യം അറിയാം. അപ്പൊ അതുകൊണ്ട് ഇനി കോൺഗ്രസ്സുകാർ വ്യക്തിപരമായിട്ട് പങ്കെടുക്കാതിരിക്കുക ചെയ്യുന്ന പോലെ അല്ല. ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഇതിനെ ബഹിഷ്കരിക്കുകയാണെങ്കിൽ അതുണ്ടാക്കാവുന്ന പ്രത്യാഘാതം എന്താണ് എന്നാലോചിക്കും. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനി പങ്കെടുക്കുന്നില്ലെങ്കിൽ അവർക്ക് പറയാം, ഞങ്ങൾ ഭഗവാൻ ശ്രീരാമനോ അല്ലെങ്കിൽ അയോധ്യയിലെ രാമക്ഷേത്രത്തിനോ എതിരല്ല. രാമക്ഷേത്രത്തെ കോൺഗ്രസ് ഒരിക്കലും എതിർത്തിട്ടില്ല. കോൺഗ്രസ് പറഞ്ഞത് പള്ളി തകർത്ത് ആ സ്ഥലത്ത് രാമക്ഷേത്രം പണിയരുത് എന്ന് മാത്രമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിൽ അത് പറയാൻ ധൈര്യമില്ല. ഇവിടെ രണ്ട് നേതാക്കൾ പ്രതികരിച്ചപ്പോൾ കെ മുരളീധരനാണെങ്കിലും ശശി തരൂരാണെങ്കിലും പ്രതികരിച്ചപ്പോൾ അവർ ആദ്യം പറയുന്നത് മറ്റുള്ളവർക്ക് ഇതിൽ നിലപാടെടുക്കാം, പ്രത്യേകിച്ച് CPI CPM പോലെയുള്ള പാർട്ടികൾക്ക് ഇതിൽ നിലപാടെടുക്കാം, കാരണം അവർ ഭക്തരല്ല, വിശ്വാസികളല്ല എന്നുള്ള വളരെ ബാലിശമായിട്ടുള്ള പ്രതികരണമാണ് നടത്തിയത്. അതിനപ്പുറത്തേക്ക് ഇന്ത്യ എന്നൊരു മുന്നണി സഖ്യമുണ്ട്, ആ സഖ്യത്തിൽ മറ്റ് പാർട്ടികൾ ഭൂരിപക്ഷം എടുത്തിരിക്കുന്ന നിലപാടെന്ത്, ആ ക്ഷണം സ്വീകരിച്ച കോൺഗ്രസ് ഇവിടെ സമ്മർദ്ദത്തിലാവുന്ന രീതിയിൽ ഒരു നിലപാടെടുക്കാൻ പറ്റാതെ ഇവർക്ക് എന്തുകൊണ്ട് നിലപാടെടുക്കാൻ സാധിക്കുന്നില്ല എന്നതിനെ കുറിച്ച് ചിന്തിക്കാതെ അതിനപ്പുറത്തേക്ക് മറ്റുള്ളവരെടുത്ത നിലപാടിനെ കൂടി ചോദ്യം ചെയ്യുന്ന, ഇല്ലെങ്കിൽ അത് ഭയങ്കര മോശമാണ് എന്നുള്ള തരത്തിലാണ് ഇവിടെ പ്രതികരിക്കുന്നത്. കൃത്യമായിട്ടൊരു പ്രതികരണം നടത്താൻ പോലും പറ്റുന്നില്ല.
അവർക്ക് തൽക്കാലം അങ്ങനെ ഒരു നിലപാടെടുക്കല്ലേ മാർഗുള്ളൂ. അവർക്ക് ഹൈക്കമാൻഡ് ഇത്രാം തീയതി ഇത്ര മണിക്ക് തീരുമാനം എടുക്കുന്നത് ഇവർക്ക് ആർക്കും അറിയില്ല. അതുകൊണ്ടാണ് എന്ത് തീരുമാനം എടുക്കുന്നതിനെ കുറിച്ചും ഇവർക്ക് യാതൊരു ധാരണയില്ല. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇപ്പൊ മുരളീധരനാണെങ്കിലും തരൂരിനാണെങ്കിലും, തരൂരിന്റെ പ്രതികരണം ഞാൻ കേട്ടു, അദ്ദേഹത്തെ ക്ഷണിച്ചിട്ടില്ല. അതുകൊണ്ട് പിന്നെ അദ്ദേഹം പോണ്ടെന്നുള്ള ചോദ്യം ഉദിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ തൽക്കാലം അദ്ദേഹത്തിന് അങ്ങനെ പറഞ്ഞേക്കാം. പാർട്ടിയുടെ കാര്യം പാർട്ടിയാണ് തീരുമാനിക്കും. പക്ഷെ ഇത് ഇവിടെ ഒന്നുകിൽ സംസ്ഥാന തലത്തിൽ CPM രാഷ്ട്രീയ മുതലെടുപ്പിന് ഉപയോഗിക്കും. അതായത് കോൺഗ്രസ് ഇതിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ BJP അഖിലേന്ത്യാ തലത്തിൽ ഇത് മുതലെടുപ്പിന് ഉപയോഗിക്കും. ഇത്ര വലിയൊരു സംഭവത്തിൽ കോൺഗ്രസ് പങ്കെടുത്തില്ല. ഈ സംസ്ഥാനത്തെ സാഹചര്യം ചൂണ്ടിക്കാട്ടി ഇപ്പൊ സംസ്ഥ എടുത്തിരിക്കുന്ന കടുത്ത നിലപാട് ലീഗ് നിൽക്കുന്നു എന്നതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇവർക്ക് ആവശ്യപ്പെടാം. നേരത്തെ KPCC അധ്യക്ഷൻ പറഞ്ഞതും അവരെ അറിയിക്കും, നമ്മുടെ അഭിപ്രായം ചോദിച്ചാൽ അറിയിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പം അങ്ങനെ അറിയിച്ചാൽ പോലും ഇന്ത്യയിൽ ഒരു സംസ്ഥാനം മാറി നിൽക്കുന്നു ഇല്ലെങ്കിൽ വിട്ടു നിൽക്കുന്നു, ഇത് ബഹിഷ്കരിക്കുന്നു എന്നുള്ളത് അത് അവിടെ കോൺഗ്രസിന് അടിയാവില്ലേ? ഇനി അത് എടുത്തില്ലെങ്കിൽ ഇവിടെ അത് അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും ആ ന്യൂനപക്ഷത്ത് നിന്നുള്ള വോട്ടിന്റെ കാര്യത്തിൽ കോൺഗ്രസിന് വീണ്ടും ആശങ്കപ്പെടേണ്ടി വരില്ലേ? നിശ്ചയമായിട്ടും ഇത് മുതലെടുപ്പിന് ഉപയോഗിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. ഇവിടെ ഈ മീഡിയ വൺ ചാനലിനെ സംബന്ധിച്ച് ഔട്ട് ഓഫ് ഫോക്കസ് പരിപാടിയിൽ ചർച്ച നടത്തി ഞാൻ കണ്ടു. അവർ കോൺഗ്രസിനെ പരിഹസിക്കുന്ന രീതിയിലാണ് ചർച്ച നടത്തിയത്. കോൺഗ്രസ് ആണ് പങ്കെടുക്കുന്നത്, കോൺഗ്രസ് ആണ് പള്ളി പൊളിക്കുന്നതിന് ഒത്താശ ചെയ്തത്, കോൺഗ്രസ് ആണ് ശിലാന്യാസത്തിന് ഒത്താശ ചെയ്തത്, അതുകൊണ്ട് കോൺഗ്രസ് ആണ് പങ്കെടുക്കുന്നത്, കോൺഗ്രസിന്റെയാണ് രാമക്ഷേത്രം എന്ന രീതിയിൽ പരിഹാസ രൂപത്തിൽ ഒരു ചർച്ച നടത്തി. അതേ സമയത്ത് തന്നെ ഈ സുപ്രഭാതം പത്രം മുഖപ്രസംഗം എഴുതി. ഇതിന്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് പങ്കെടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചാൽ അത് മാത്രം മതി. BJPയെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ വളരെ എളുപ്പവും. ശരി.